മാന്നാർ മത്തായി സ്പീക്കിംഗ്. ആര്? മാന്നാർ മത്തായി സ്പീക്കിംഗ്. മാന്നാർ മത്തായി? ഏത് മാന്നാർ മത്തായി? ഏതൊക്കെ മാന്നാർ മത്തായിമാരെ താൻ അറിയും? ഓ, നിങ്ങൾ ആ പഴയ നാടകക്കാരനല്ലേ? എന്ത് ഈ പാതിരിക്ക്? കാര്യമുണ്ട്. ചത്തുപോയ നിങ്ങളുടെ ഭാര്യയുടെ പേരിൽ ഒരുപാട് സ്വത്തുക്കൾ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ നമ്മുടെ പേരിൽ വന്നോ? ഷാട പൈസ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ വെറുതെ തലയിടരുത്. ആവശ്യമില്ലാത്തതാണെന്ന് ആരാ പറഞ്ഞത്? ആവശ്യമുള്ള ഒരുത്തൻ ഇവിടെ ഉണ്ട്. ആവശ്യമുള്ള ഒരാൾ ഇവിടെ ഉണ്ട്. അവളുടെ ഭർത്താവ് ഗോപാലകൃഷ്ണൻ. അവൻ ഇതിൽ തലയിടും. ഞങ്ങളും ചെറുതായിട്ടൊന്ന് തലയിട്ടു. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. നിങ്ങൾ മാത്രല്ല, ഈ ഗോപാലകൃഷ്ണനും അവളുടെ കഴുത്തിൽ താലി കെട്ടിയ ഭർത്താവാ. ചത്തുപോയ ഭാര്യയുടെ സ്വത്തിന് ഇവനും അവകാശമുണ്ട്. അതുകൊണ്ട് പകുതി സ്വത്ത് ഇവനും കിട്ടണം. സ്റ്റോപ്പ് ഇറ്റ്. വെറുതെ കിടന്ന് ബഹളം ഉണ്ടാക്കണ്ട. ഇവൻ അവളുടെ ഭർത്താവാണെങ്കിൽ അവളുടെ സ്വത്തിന്റെ പകുതി അണ പൈ ബാക്കിയില്ലാണ്ട് ഇവൻ മേടിച്ചിരിക്കും. മഹേന്ദ്ര, ഗുഡ് നൈറ്റ് ബ്രദർ. ഇനി അവൻ നമ്മുടെ പിന്നാലെ വന്നോളും. അതിനു മുമ്പ് എത്രയും പെട്ടെന്ന് ആ മീരാവർമ്മയുടെ അച്ഛനെയും അമ്മയും ചെന്ന് കാണണം. നടന്നത് മുഴുവൻ അവരോട് തുറന്നു പറയണം. എന്നിട്ട് അവരെ രണ്ടാളെ കൊണ്ടും ഇവളാണ് അവരുടെ മകളെന്ന് പറയിക്കണം. കടക്കടപ്പുറത്ത് സർ, എന്റെ കുഞ്ഞിനെ കൊന്നവനോടും അതിന് കൂട്ടുന്ന നിങ്ങളോടുമൊക്കെ ദൈവം ചോദിച്ചുള്ളൂ. അതിനൊന്നിനും ഇനി ഞാനില്ല. എനിക്കാരോടും പ്രതികാരവും ചെയ്യണ്ട. നിങ്ങൾ പുറത്തു പോകണം. സർ, ഞങ്ങൾ പറയുന്നൊന്ന് കേൾക്കണം. എനിക്കൊന്നും കേൾക്കേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്റെ മകളുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമായ ആ പണവും സ്വത്തും ഒന്നും ഇനി എനിക്ക് ആവശ്യമില്ല. ഓക്കെ, നിങ്ങളൊക്കെ തന്നെ പങ്കിട്ടെടുത്തോളൂ. ഞങ്ങളെ ഇനി സ്വൈരമായിട്ട് വിട്ടാൽ മാത്രം മതി. സാർ അങ്ങനെ പറയരുത്. അവൻ സാറിനോടും കുടുംബത്തോടും ചെയ്തതിനൊക്കെ പകരം ചോദിച്ചേ പറ്റൂ. ഇറങ്ങിപ്പോവാനാണ് പറഞ്ഞത്. സാറേ, വേളാങ്കണ്ണി. ഇറങ്ങിപ്പോടാ പുറത്ത്, ഇറങ്ങിപ്പോവാൻ. സാർ, ഇനി ഇക്കാര്യത്തില് സാർ എന്ത് തന്നെ തീരുമാനം എടുത്താലും ശരി, ഞാൻ ഇപ്പൊ പോകുന്നത് നേരെ പോലീസ് സ്റ്റേഷനിലേക്കാണ്. എല്ലാം തുറന്നു പറഞ്ഞ് എനിക്കുള്ള ശിക്ഷ ഞാൻ തന്നെ മേടിച്ചോളാം. പക്ഷെ അതിനു മുമ്പ് സാർ എന്നോട് പൊറുക്കണം. ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല ഇതൊന്നും. ഒരിക്കലും എന്നെ ശപിക്കരുത്. ഒരിക്കലും എനിക്ക് മാപ്പ് തരാതിരിക്കും ചെയ്യരുത്. ഞാൻ നിന്നോട് പൊറുക്കണമല്ലേ? നിന്നെ ശപിക്കരുതല്ലേ? നിനക്ക് മാപ്പ് തരണമല്ലേ? വാ, ഇങ്ങോട്ട് വാ. ഇതാ കിടക്കുന്ന അവളോട് ചോദിക്കേ. അവളാണ് ശപിക്കേണ്ടതും പൊറുക്കേണ്ടതും മാപ്പ് തരേണ്ടതും ഒക്കെ. ആ കണ്ണുകളിൽ നിന്ന് വറ്റാണ്ടൊഴുകുന്ന കണ്ണുനീരൊന്ന് മാത്രമാണ് അവൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിന് തെളിവ്. അവൾ തരുമോ നിനക്ക് മാപ്പ്? ആ ശാപം എത്ര ജന്മമെടുത്താലും തീരുമോ നിനക്ക്? നിങ്ങൾ എന്താണോ നോട്ടീസ് അയച്ചാളെ കളിപ്പിക്കണം? മരിച്ചുപോയ എന്റെ ഭാര്യ ഇങ്ങനെ നേരിട്ടൊന്ന് വക്കാലത്ത് തരുന്നത്. മരിച്ചുപോയോ? ആര് പറഞ്ഞു മരിച്ചുപോയെന്ന്? ആര് പറയണം? 3 മാസം മുമ്പ് അവൾ ആത്മഹത്യ ചെയ്തു. പോലീസ് റിപ്പോർട്ടും ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഒക്കെ കാണണോ നിങ്ങൾക്ക്? അതൊക്കെ വെറും കടലാസുകളല്ലേ. ആള് തന്നെ നേരിട്ട് വന്ന് പറയുമ്പോ ഞങ്ങൾ ഏതാ വിശ്വസിക്കേണ്ടത്? ആര് നേരിട്ട് വന്നു എന്ന് നിങ്ങൾ ഈ പറയുന്നത്? എന്റെ ഭാര്യ മീരാവർമ്മ. അതെ, അവര് മാത്രമല്ല, കൂടെ അവരുടെ അച്ഛൻ പ്രതാപവർമ്മയും ഉണ്ടായിരുന്നു. എന്താ കാണണോ?
മോളെ മീരെ, നോ, ഇത് ചതിയാണ്. ഇവൾ എന്റെ ഭാര്യയൊന്നുമല്ല. എന്റെ ഭാര്യ മരിച്ചുപോയി. അവൾ ആത്മഹത്യ ചെയ്തു. ഇവൾ കള്ളിയാണ്, ക്രിമിനലാണ്. ഷീ ഈസ് എ ബോൺ ക്രിമിനൽ. ഇവർ രണ്ടുപേരും കൂടി എന്നെ ചതിക്കുകയാണ്. ഇവര് രണ്ടാളും മാത്രല്ല, ഞങ്ങളുണ്ട്. ഈ നിൽക്കുന്ന എന്റെ മകൾ മീരയ്ക്ക് പകരം പിന്നെ നീ ആരെയാണ് ചുട്ടുകരിച്ചതെന്ന് കോടതിയിൽ പറയേണ്ടി വരും മഹേന്ദ്ര. എടുക്കാൻ പറ്റ. ഇതവനാണ് മഹേന്ദ്രവർമ്മ. നമുക്ക് പാതി സ്വത്ത് തരാമെന്നും നമ്മൾ അവനോടൊപ്പം നിൽക്കാമെന്നും പറയാൻ വേണ്ടി വിളിക്കുകയാണ്. അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞോളാം. മിസ്റ്റർ മഹേന്ദ്രവർമ്മ. ഇപ്പോൾ നീ എന്ത് പറയുന്നു? ഞങ്ങൾ വെറും വിഡ്ഢികളായ നാടകക്കാരാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും വിഡ്ഢികളല്ലെന്ന് മാത്രമല്ല, എന്നേക്കാൾ ക്രിമിനൽ ബുദ്ധിയുള്ള അതിഭയങ്കരന്മാരാണ് നിങ്ങളെന്നും എനിക്ക് മനസ്സിലായി. എന്നാൽ ഈ ഞങ്ങളെ ഇനി നീ മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ. നീ നോക്കിക്കോ, നിന്റെ ഭാര്യയെ നീ കൊന്നതാണെന്ന് നിന്നെ കൊണ്ട് തന്നെ ഞങ്ങൾ പറയിക്കും. എന്നാ എനിക്ക് പറയാനുള്ള കൂടി കേൾക്കണ്ടേ? കേട്ടോ. അയ്യോ, അമ്മയാ? അമ്മ എങ്ങനെ അവിടെ വന്നു? എനിക്കൊന്നും അറിഞ്ഞൂടാ മോനെ. ഇവരൊക്കെ ആരാ? എന്നെ ഇവിടെ പിടിച്ചോണ്ടെന്ന് കെട്ടിയിട്ടിരിക്കുക. മിസ്റ്റർ ഗോപാലകൃഷ്ണൻ, ഇനി പറയൂ, ഞാൻ വെറും വിഡ്ഢിയല്ലെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായോ? എടാ പന്നി, എന്റെ അമ്മ എന്തെങ്കിലും ചെയ്താലുണ്ടല്ലോ നിന്നെ കുടുംബത്തോളം ഞാൻ ചുട്ടുകരിക്കും. അയ്യേ, ഞാനൊന്നും ചെയ്യില്ല. അല്ലെങ്കിലും ഈ പാവം പിടിച്ച അമ്മയെ ഞാൻ എന്തിനാ ഉപദ്രവിക്കുന്നത്? ഗോപാലകൃഷ്ണൻ നമ്മെ കൂട്ടിക്കൊണ്ടുപോയിക്കോളൂ. പക്ഷെ വരുമ്പോ അവളെ കൂടെ ഒന്ന് കൊണ്ടുവരണം. ആ സ്റ്റെല്ലേ, അവളെ എനിക്ക് വേണം. എന്റെ പണവും വാങ്ങി എന്നെ തന്നെ ചതിച്ച ആ പഠിച്ച കളിയെ എനിക്ക് കിട്ടണം. വൈകിട്ട് ഞാൻ വീണ്ടും വിളിക്കും. അതിനു മുമ്പ് പോലീസിനെ അറിയിക്കുകയോ അമ്മയെ രക്ഷപ്പെടുത്താനോ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, അവളെ എന്നെ ഏൽപ്പിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഗോപാലകൃഷ്ണൻ അമ്മയും തിരഞ്ഞെടുക്കണമെന്നില്ല. ഞാൻ തന്നെ അങ്ങോട്ട് എത്തിക്കാം, ശവമായിട്ട്. ഗോപാലകൃഷ്ണ, അവൻ എന്താണ് പറഞ്ഞത്? എടാ, അവൻ എന്താ പറഞ്ഞെന്ന്? ചേട്ടാ, ബാലകൃഷ്ണ എന്റെ അമ്മ അവൻ പിടിച്ചോണ്ട് പോയി. വിട്ടു തരണമെങ്കിൽ പകരം സ്റ്റെല്ലയെ കൊണ്ട് കൊടുക്കണമെന്ന്. സ്വന്തം ഭാര്യയെ ചുട്ടു കൊന്നവനാണ് ആ ദുഷ്ടൻ. അവൻ ഒന്നിനും മടിക്കില്ല. എന്റെ അമ്മ അവൻ എന്തെങ്കിലും ചെയ്താൽ ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? നമുക്ക് പോലീസിൽ അറിയിച്ചാലോ? വേണ്ട, അത് അപകടമാ. ഗോപാലകൃഷ്ണ, സ്റ്റെല്ലയെ അവൻ എങ്ങോട്ട് കൊണ്ടുവല്ലാനാ പറഞ്ഞത്? അതവൻ പറഞ്ഞില്ല. വൈകിട്ട് അവൻ വിളിക്കുമെന്നും അപ്പം മറുപടി പറയണമെന്നുമാ പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ അവൻ വിളിക്കുമ്പോ പറ, സ്റ്റെല്ലയെ കൊണ്ടുവല്ലാവുന്നു. അവൻ പറയുന്നിടത്ത് കൊണ്ടുവല്ലാവുന്നു. അത് പറ്റില്ല. അവളെ അവന് വിട്ടുകൊടുക്കാൻ പാടില്ല ബാലകൃഷ്ണ. എടാ, ഇങ്ങോട്ട് മാറിയെന്നേ. അപ്പൊ നിനക്ക് നിന്റെ അമ്മയെ രക്ഷിക്കണമെന്നില്ലേ? അമ്മയെ രക്ഷിക്കണം, പക്ഷെ അവളെ കുരുതി കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. എടാ, ഇവൻ എന്താടാ ഈ പറയണത്? അവനവന്റെ അമ്മയെ രക്ഷിക്കാൻ വേണം, ഇവളെ വിട്ടുകൊടുക്കാനും പറ്റില്ല. പോലീസ് അറിയിക്കാന്ന് പറഞ്ഞാൽ അതിന് നീയും സമ്മതിക്കില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇപ്പൊ തീരുമാനിക്കണം. നിനക്ക് നിന്റെ അമ്മയാണോ വലുത് അതോ ആ പെരുകള്ളിയോ? എനിക്ക് എന്റെ അമ്മ തന്നെയാണ് വലുത്. അതിനപ്പുറത്ത് എനിക്ക് ആരുമില്ല, ഒന്നുമില്ല. എന്നാലും അവളൊരു പെരുങ്കള്ളി തന്നെ ആയിരിക്കും. കളവിനും കൊലയ്ക്കും കൂട്ടുനിന്നോളുമായിരിക്കും. പക്ഷെ എനിക്ക് അവളെ എനിക്ക് മറക്കാൻ പറ്റുന്നില്ല ബാലകൃഷ്ണ. ഗോപാലകൃഷ്ണ, നീ വിഷമിക്കണ്ട. നിന്റെ അമ്മയ്ക്കും അവക്കും ഒരു അപകടവും വരില്ല. ഒരു അപകടവും വരാണ്ട് നോക്കാൻ ഞങ്ങളില്ലടാ നിന്റെ കൂടെ. നീ ചെന്നവളെ കൂട്ടിക്കൊണ്ടുവാ. എന്നിട്ട് തീരുമാനിക്കാം എന്താ ചെയ്യേണ്ടതെന്ന്. ചെല്ലടാ. സോറി മിസ്റ്റർ ഗോപാലകൃഷ്ണൻ, തൽക്കാലം അവളെ വിട്ടുതരാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. സാർ, ഗോപാലകൃഷ്ണൻ കണ്ടില്ലേ എന്റെ ഭാര്യയെ? അവൾ ജീവിതത്തിലേക്ക് മടങ്ങി വരികയാണ്. ഒരു നിമിഷം പോലും അവൾക്ക് സ്റ്റെല്ലയെ പിരിഞ്ഞിരിക്കാനാവില്ല. ഈ സമയത്ത് അവളെ കൊണ്ടുപോയി
അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ എന്റെ ഭാര്യ ജീവിച്ചിരിക്കില്ല. അവൾക്കൊന്നും സംഭവിക്കില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. എന്റെ അമ്മയുടെ ജീവൻ അപകടത്തിലാണ് സാർ. ആ അപകടത്തിലേക്ക് ഇവളെയും കൊണ്ടുപോയി കൊടുക്കണമെന്നാണോ താൻ പറയുന്നത്? നോ, അത് ഞാൻ സമ്മതിക്കില്ല. വേണമെങ്കിൽ നമുക്കിത് പോലീസിൽ അറിയിക്കാം, അല്ലെങ്കിൽ അവനെതിരായി കൊടുത്തിട്ടുള്ള കേസുകൾ പിൻവലിക്കാം. അവനോട് ഗോപാലകൃഷ്ണന്റെ അമ്മയെ വിട്ടുതരാൻ പറയും. പക്ഷേ ഇവളെ ഇവിടുന്ന് കൊണ്ടുപോകണമെന്ന് മാത്രം പറയരുത്. സാർ, ഞാൻ പറയുന്ന ഒന്ന്. പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. ഗോപാലകൃഷ്ണൻ പോകും. മേലിൽ ഇത് പറഞ്ഞുകൊണ്ട് ഇവിടെ വരരുത്.